ഈ KPCC പഴയ DCC ഭാരവാഹികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ AICCക്ക് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു, പട്ടിക കൊടുത്തിരിക്കുന്നു. അതെന്താണ് അങ്ങനെ? അതായത് പ്രജിത, ഇതിനകത്ത് ഇപ്പോ കെ സുധാകരൻ പഴയ KPCC പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആൾക്ക്, അദ്ദേഹം ഒരു സെമി കേഡർ സംവിധാനം KPCCയിൽ കൊണ്ടുവരും എന്ന് തീരുമാനിച്ച് കൊണ്ടുവന്ന ആളാണ്. അങ്ങനെ തീരുമാനിച്ച് വന്ന ആളാണ്. കണ്ണൂരുകാരനാണ്. പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്ത് അതൊരു വലിയ കണ്ടുപിടുത്തം പോലെ മറ്റത് കണ്ണൂർ ജില്ലയിൽ മാത്രം നിന്നൊരു സിംഹമായിരുന്ന സുധാകരനെ പൊക്കിക്കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് സുധാകരൻ സിംഹമാകുന്നത്, കണ്ണൂർ സിംഹം കേരള സിംഹമാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാലോ. അദ്ദേഹം ഒരു വൈബ്രൻ്റായ ഒരു നേതാവാണ്, വളരെ എനർജറ്റിക് ആണ്. അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ വളരെ ഒരു എനർജി ഉണ്ടാകുന്ന ഒരു സമയം ഇപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരെ അദ്ദേഹം നിർത്തുള്ളൂ. എന്നാൽ ചില ജില്ലകളിൽ ഈ പറയുന്ന സതീശനുമായി നിൽക്കുന്നവർ, ഈ പറയുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലും, പറയുന്ന കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നാലും കാലാകാലങ്ങളിൽ ഒരു ശക്തി കേന്ദ്രം ഉണ്ടാവും. ആ ശക്തി കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിയേ താഴെയുള്ളവർ നിൽക്കുകയുള്ളൂ, എങ്കിലേ അവർക്കൊരു ഉന്നതി ഉണ്ടാവും. അപ്പോൾ ആ പറയുന്ന രീതിയിൽ സുധാകരന്റെ താല്പര്യമുള്ള സുധാകരന്റെ ആൾക്കാരെയാണ് സുധാകരൻ നിർത്തിയിരുന്നത്. സുധാകരൻ ജില്ലാ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റായിട്ട് എല്ലായിടത്തും നിർത്തിയിരുന്നത്. അപ്പോൾ അത് കണ്ണൂർ മുതൽ കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, അങ്ങനെ പല ജില്ലകളിലുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് വയ്യായികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് AICC പ്രതിനിധിയെ ഇവരെല്ലാവരും കൂടെ ചെവി കടിച്ചും പറഞ്ഞും പണി വെച്ചും തദ്ദേശ ഇലക്ഷൻ പോലും ആകുന്നപ്പോൾ സുധാകരനെ മാറ്റി. സുധാകരൻ അതിൽ ആകെ കൊണ്ടുവനായി. സുധാകരൻ ആകെ രാജിവെക്കൂല എന്ന് പറഞ്ഞ്, രാജിവെക്കണമെന്ന് പറഞ്ഞ്, വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഏതായാലും സതീശൻ വിജയിച്ചു. അദ്ദേഹത്തിനെ കൊണ്ട് രാജിവെപ്പിച്ചു. അവിടെയും സണ്ണി ജോസഫ് എന്ന് പറയുന്ന അവരുടെ പുതിയ KPCC പ്രസിഡന്റ് വരുന്നു. അപ്പോൾ സണ്ണി വക്കീൽ പ്രസിഡന്റായി വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ അന്നും പറഞ്ഞു, അദ്ദേഹം ഒരു സമവായത്തിന്റെ ആളാണ്. സുധാകരനുമായി ഒരു അടുപ്പമുണ്ട്, എന്നാൽ സഭയിൽ സതീശനുമായും അടുപ്പമുണ്ട്. കാര്യം സണ്ണി വക്കീലിനെ സംബന്ധിച്ച്, ഈ പറയുന്ന പുതിയ KPCC പ്രസിഡന്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സുധാകരൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഇപ്പം ഞാനൊരിടത്ത് പ്രസിഡന്റായി ഒരു സംഘടനയിൽ ഇരിക്കുന്നു, ഞാനും പ്രീതയും സുഹൃത്തുക്കളാണ്, ഞാൻ അവിടെ നിന്ന് മാറുന്നു, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കുറേ നോംസ് ആൻഡ് കണ്ടീഷനുകളുണ്ട്. അത് അയ്യപ്പദാസിന്റെ അല്ലെങ്കിൽ അയ്യപ്പൻ ചേട്ടന്റെ ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ നോംസ് ഒക്കെ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയതാണ് എന്ന് നമ്മുടെ സൗഹൃദത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എഴുതിയിരിക്കുന്നത് ബാക്ക് ഫയൽ പോലെ എടുത്തുകൊണ്ട് നിങ്ങൾ അതിനെ നടപ്പാക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ സുധാകരനെ കണ്ടുകൊണ്ട് സുധാകരന്റെ ഒരു രീതിയിൽ, എന്നാൽ പൊട്ടിത്തെറിക്കാതെ കാര്യങ്ങൾ കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് നിർത്തിയ ഒരാളാണ്. കണ്ണൂർ ഘടകത്തിന് നിർത്തിയ ഒരാളാണ്. അതായത് കണ്ണൂർ ഘടകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാമകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞൊരു നേതാവ് നേരത്തെ ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ഈ പറയുന്ന സുധാകരന് കിട്ടുന്ന നല്ല പണി കൊടുത്തിട്ടുള്ളതാണ്. അതായത് MBRന്റെ കഥ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, MBRന്റെ കഥ കൂത്തുപറമ്പിന്റെ. അന്ന് ഈ രാമകൃഷ്ണനും ഒരു മന്ത്രിയാണ് ഈ അന്നത്തെ അവരുടെ മന്ത്രിസഭയിൽ. അപ്പോൾ ഈ രാമകൃഷ്ണൻ, അത് കോൺഗ്രസിന്റെ പാരമ്പര്യം, മറ്റൊന്നും പറയണ്ട. പറയുന്നത് ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇവരെ ഈ അടി എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ കേൾക്കണമല്ല. അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെ ഈ കോൺഗ്രസിനെ കണ്ണൂർ ഘടകത്തിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ആൾക്കാരെയൊക്കെ തന്നെ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ തന്നെ വെച്ചു. ഇപ്പോ അങ്ങനെ വന്ന് ഈ സണ്ണി വക്കീൽ എന്താ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ കേന്ദ്രം ഒരു പുതിയ KPCC പ്രസിഡന്റിനെ വെക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അവരുടെ മനസ്സിലുണ്ട്. കാര്യം തമ്മിൽ അടി ഉണ്ടാക്കരുത്. ഇപ്പൊ സതീശന്റെ കൂടെ നിന്നുകൊണ്ട് അവിടെയുള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സുധാകരൻ വയലന്റ് ആവും. അങ്ങനെ ഉണ്ടാവാതെ പോവുക. എന്തായാലും സുധാകരനെ എടുത്ത് മാറ്റി നിർത്തേണ്ടി വന്നതിൽ രാഹുൽ ഗാന്ധിക്കും ടീമിനൊക്കെ ചെറിയ വിഷമം ഉണ്ടാവുക തന്നെ. കാര്യം KC വേണുഗോപാലും സുധാകരന് ഇപ്പോ ഒരു ടൈപ്പിലാണ്. കാര്യം ശരിക്കും പറഞ്ഞ തമാശയ്ക്ക് പറയും, KC വേണുഗോപാൽ ഉയരും കൊണ്ട് ഓടിയാണ് ആലപ്പുഴ മത്സരിക്കാൻ വന്നെന്നാണ് പറയുന്നത്. അത് ഞാൻ പറയാൻ ജസ്റ്റ് വിട്ടുപോയി. കാര്യം KC വേണുഗോപാൽ എന്ന ചെറുപ്പക്കാരൻ എനിക്കിന്ന് ഓർമ്മയുണ്ട്. അദ്ദേഹം KCന്റെ പ്രസിഡന്റായി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനാണല്ലോ അന്നൊക്കെ. ഇന്നിപ്പം എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചുരുക്കത്തിൽ അദ്ദേഹത്തിന് അവിടുന്ന് ഉയരം കൊണ്ട് ഓടിച്ചു വിടുകയാണ്. അത് ഉയരം കൊണ്ട് പോയി ഈ രാമകൃഷ്ണനും അന്ന് ഭാഗികമായെങ്കിലും സുധാകരന് പങ്കുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ KC വേണുഗോപാൽ തുടങ്ങിയുള്ളവർക്കൊക്കെ തന്നെ എന്താ പറയുക, ഈ ഇദ്ദേഹത്തിനോടുള്ള സണ്ണിയോടുള്ള അടുപ്പമൊക്കെ കൊണ്ട് സണ്ണി പതുക്കെ പ്രസിഡന്റായി വരുന്നു. പ്രസിഡന്റായി വന്നുകൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ സുധാകരനെ പിണക്കേണ്ട കാര്യമില്ല. സുധാകരൻ നിർത്തിയവരൊക്കെ നിന്നോട്ടെ. അദ്ദേഹത്തിനെ പുറത്താക്കിയതും ഇദ്ദേഹത്തിനെ ഇരുത്തിയതും ആന്റോ ആന്റണി ഇവിടെ അറിയാലോ, മറ്റേ ഡൽഹിയിൽ ഹോട്ടൽ എടുത്ത് അവിടെ അങ്ങ് ചമ്മാളിച്ച് എല്ലാം ഒക്കെ കാശൊക്കെ ഇറക്കിയിട്ട് ആന്റോ ആന്റണി ഇപ്പൊ ഒരു അനക്കവും ഇല്ല. അപ്പൊ ഈ പാർട്ടിക്ക് ഇപ്പൊ ആകെ കർണാടകത്തിൽ മാത്രമല്ലേ ഉള്ളൂ, കേരളത്തിൽ കൂടെ വേണ്ടേ? ഇല്ലെങ്കിൽ ഈ പാർട്ടി കോൺഗ്രസ് തീർന്നു, കോൺഗ്രസ് മുക്ത ഭാരതം ആവുക തന്നെ ചെയ്യും. അങ്ങനെ വന്നപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് സണ്ണി വക്കീൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഈ തീരുമാനം.
ഈ പറയുന്ന DCC പ്രസിഡന്റുമാർ അദ്ദേഹം വെച്ചിരുന്ന സുധാകരൻ വെച്ചിരുന്ന ആൾക്കാരെ ആരും. കാരണം എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ പഴയ നേതാക്കളെ പാരമ്പര്യം ഒക്കെ കണ്ണൂർ കഥയൊക്കെ പറഞ്ഞതുപോലെ ഇവർക്ക് ചിലയിടങ്ങളിൽ ചില നേതാക്കൾക്ക് ആൾക്കാരുടെ ഒരു ഹോൾഡ് ഉണ്ട്. ചിലയിടത്ത് പാറയുള്ളതുപോലെ ചിലയിടത്ത് ഹോൾഡ് ഉണ്ട്. ഇപ്പൊ ഇവിടെ മുഹമ്മദ് ഷിയാസാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശന്റെ വലം കൈയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഓരോ ജില്ലയിലും ഓരോ നേതാക്കൾ ഇവർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തൽക്കാലം അങ്ങനെ പോട്ടെ, അങ്ങനെയെങ്കിലും അടി ഒഴിവാകട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ പറയുന്ന ലിസ്റ്റിൽ ഒരു തിരുമറി നടത്താത്തത്. അവിടെയും ഭാഗികമായി സുധാകരൻ ജയിക്കുകയാണ്. സുധാകരൻ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ സുധാകരന്റെ ആ ലിസ്റ്റിലുള്ളവരെ നിലനിർത്തുന്നുണ്ടല്ലോ, അവര് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളോട് കൂടിയായിരിക്കുമല്ലോ. സുധാകരൻ എന്ന് പറയുന്ന നേതാവ് വെറുതെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം ഒരാളെ ഒരു സ്ഥാനത്ത് പിടിച്ചു നിർത്തില്ലല്ലോ, ഇല്ലേ? അദ്ദേഹം ഒരിക്കലും അങ്ങനെ നിർത്തുകയില്ല. അപ്പൊ ഈ പറയുന്ന പോലെ സണ്ണി വക്കീൽ നോക്കുമ്പോ പെട്ടെന്ന് എടുത്ത് മാറ്റേണ്ട ഒരു കാര്യമില്ല. അവരെല്ലാം കേപ്പബിൾ ആണ്. അങ്ങനെയുള്ളവരെ വെച്ചിട്ട് ഒരു പക്ഷേ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകൾ പരീക്ഷിക്കാമെന്ന് കൂടി അദ്ദേഹം കരുതുന്നുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അതായത് ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനില് അവർക്ക് തീർച്ചയായിട്ടും ഇത് ഈ രീതിയിൽ അവരുടെ ഈ പരീക്ഷണം ഇല്ലാതെയുള്ള പഴയ ആൾക്കാരെ വെച്ചുകൊണ്ടുള്ള ഈ ഓപ്പറേഷൻ സക്സസ് ആവാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. കാര്യം അവരുടെ ഒരു ആവശ്യം കൂടെയാണ്. തദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ പറയുമല്ലോ, ഈ ഒരു വലിയ പരീക്ഷയുടെ മുമ്പുള്ള നമ്മുടെ മോഡൽ പരീക്ഷ എന്ന് പറയുമല്ലോ, ഒരു മോഡൽ പരീക്ഷയാണ്. അവർ പറയും സെമി എന്ന് പറഞ്ഞു. ഇപ്പൊ സെമി എന്ന് പറഞ്ഞാൽ നിയമസഭയിലെ നിലമ്പൂരത്തെ ഇലക്ഷൻ. അതിപ്പോ ഈ പറയുന്ന അൻവറിന്റെ വിഷയം വന്നതോടുകൂടി നിലമ്പൂരത്തെ വിഷയത്തിൽ അവർക്ക് കിട്ടാണ്ടിരുന്ന വോട്ട് കൂടെ അവർക്ക് പോയി. 20,000-ലധികം വോട്ട്, 11,000 വോട്ടിന് ഈ പറയുന്ന ഷൗക്കത്ത് ജയിച്ച സ്ഥലത്ത്, ആര്യാടൻ ഷൗക്കത്ത് ജയിച്ച സ്ഥലത്ത് ഒരു കുറച്ചുകൂടെ വോട്ട് കിട്ടി ജയിക്കുമായിരുന്നു. അത് അവരായിട്ട് തന്നെ കൊണ്ട് കളയുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഈ നിലമ്പൂർ ഇലക്ഷൻ നൽകുന്ന പാഠത്തിനെ വെച്ചുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞു, സുനിൽ കനകോലു എന്ന് പറയുന്ന അവരുടെ ഈ ഈ ഇലക്ഷൻ പഠിക്കാനായി അവർ ഏൽപ്പിച്ച് പുതിയ സ്ട്രാറ്റജി കൊണ്ടുവരാനായി ഏൽപ്പിച്ച ആ വ്യക്തി കൊടുത്തിരിക്കുന്നതിൽ വെറും 63 സീറ്റാണ് ഈ UDF-നുണ്ടെന്ന് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മളെപ്പോലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഞെട്ടുകയാണ്. കാര്യം എന്ന് വെച്ചാൽ സത്യം നമ്മൾ ഞെട്ടുകയാണ്. കാര്യം മാധ്യമങ്ങളൊക്കെ തന്നെ ഇവർക്ക് എതിരാണ്. അപ്പോൾ ഈ LDF-നെതിരാണ്. എന്നിട്ട് ആ ഒരു മാധ്യമ വികാരം എതിരായിട്ട് പോലും ഒരു 63 സീറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യമാണ്. കാര്യം അത് നമ്മൾ കേൾക്കുകയും കാണുകയും നമ്മൾ സംസാരിക്കുകയും ദിവസേന നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന വിഷയമായതുകൊണ്ട് നമുക്ക് കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നുന്നു. അപ്പോൾ ഏതായാലും പഞ്ചായത്ത് ഇലക്ഷനിൽ മറ്റൊരു ഘടകം കൂടെ ഉണ്ട്. അതുകൂടെ നമുക്കിത് പറയേണ്ടി വരും. കാര്യം നിലമ്പൂർ ഇപ്പോൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പേരെന്താ, നമ്മുടെ അൻവർ മാറി നിന്നു. അൻവറിനെ ഇപ്പോൾ അവർ കൂടെ കൂട്ടിയില്ല. അൻവറിനെ ഇപ്പോഴും സുധാകരന് താല്പര്യമുണ്ട്. മനസ്സിലായില്ലേ? അത് നമ്മളെ മുഖ്യമന്ത്രി അവിടെ 4 തവണ കയറാനും ഇറങ്ങാനും നടക്കാനും വയ്യാത്ത മുഖ്യമന്ത്രി അവിടെ 4 തവണ പോയി M സ്വരാജിനെ ജയിപ്പിക്കാനായിട്ട്, ഫലത്തിൽ തോൽപ്പിക്കാനായിട്ട് അവിടെ ചെന്നു അല്ലേ? ഫലത്തിൽ തോൽപ്പിക്കാനായിട്ടാണ് പോയത്. അപ്പൊ അവിടെ ചെന്നിട്ട് അദ്ദേഹം എന്താ ചെയ്ത്? അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന പോലെ പണ്ടിവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. നമ്മൾ ചില കവിതകൾ പാടുമല്ലോ, പണ്ടിവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ആ മന്ത്രിക്ക് ഒരു കാവൽക്കാരനുണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ നിലമ്പൂർ കാടുകളിൽ തടിവെട്ടുമായിരുന്നു എന്നൊക്കെ പ്രഭാവർമ്മ എഴുതി കൊടുത്ത പ്രസംഗമൊക്കെ വെച്ച് അലക്കി. പക്ഷെ എന്തൊക്കെയായാലും മുരളീധരനും PV അൻവറിനും എന്തിന് സുധീരന് പോലും അല്ല, PV അൻവറിനെ സുധീരന് പോലും ഇഷ്ടമാണ്. മുരളീധരന്, സുധാകരന്, VM സുധീരന് വരെ ഈ പറയുന്ന, ക്ഷമിക്കുക ഞാൻ പറഞ്ഞാൽ മറ്റു പേരുകളുടെ കൂട്ടത്തിൽ ഞാൻ കയറിപ്പോയി, PV അൻവറിനെ ഇഷ്ടമാണ്. അപ്പോൾ PV അൻവറിനെ നമ്മൾ ഒരിക്കലും ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, PV അൻവർ എന്ന ഫാക്ടർ ഈ തദ്ദേശ ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ പോവുകയാണ്. അതൊരു സത്യം കൂടെയാണ്. കാര്യം അത് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അവിടെ അദ്ദേഹത്തിന് പഞ്ചായത്തുകൾ പലതും അദ്ദേഹം പിടിക്കും. അവിടുത്തെ മുനിസിപ്പാലിറ്റികൾ അദ്ദേഹം ജയിച്ചിട്ടുള്ളതാണ് ഒറ്റയ്ക്ക്. ഈ പറയുന്ന ഷൗക്കത്തിന്റെ ആൾക്കാരെ കൂടെ സഹായിച്ച് കോൺഗ്രസിനെ പൊട്ടിച്ചു. ഷൗക്കത്ത് ഇദ്ദേഹത്തിനെ സഹായിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പൊട്ടിച്ചു കൊടുത്തിട്ടുള്ള സ്ഥലം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ തദ്ദേശ ഇലക്ഷനിലും ഒരു ബാലികര പോലെ അത് സുധാകരന് സംസാരിക്കാൻ ഒരു സാധ്യത വരും. കാര്യം മുൻകടം പിൻകടമാണല്ലോ അല്ലേ? നമ്മളൊരു വാക്ക് പഴഞ്ചൊല്ലി പറയുമല്ലോ, മുൻകടം പിൻകടം. നോവിച്ച് വിട്ടാൽ അത് എന്തെങ്കിലും തിരിച്ചൊരു കടമായിട്ട് വരുമെന്നുള്ള കാര്യം അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇതായിട്ട് പോയതല്ല, നോവിച്ചാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറക്കി വിട്ടത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു കോംപ്രമൈസ് പ്രസിഡന്റ് എന്ന് തന്നെയാണ് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്. ഒരു സമവായത്തിന്റെ പ്രസിഡന്റ് എന്നാണ് സണ്ണി ജോസഫ് കാണിച്ചിരിക്കുന്നത്. സണ്ണി ജോസഫ് അങ്ങനെയാണ് ഈ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സുധാകരനെയും പിണക്കിയിട്ടില്ല, സതീശനെയും പിണക്കിയിട്ടില്ല.